ഓക്കെ, വെൽക്കം ബാക്ക്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് യു ചാർട്ട് കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ സാമ്പിൾ സൈസ് വേരി ചെയ്യുകയാണെങ്കിൽ അതെങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ്. അവിടെ നമ്മൾ പറഞ്ഞു വെച്ചത് വേരിയബിൾ സൈസ് വരുമ്പോൾ ആ വേരിയബിൾ സൈസിനനുസരിച്ച് നമ്മൾ കൺട്രോൾ ലിമിറ്റ്സ് കൺസ്ട്രക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. LCL equal to u bar minus 3 into root of u bar by ni. Central line is equal to u bar. UCL equal to u bar plus 3 times root of u bar divided by ni. ഇതിൽ as I changes, LCL changes and UCL also changes. So the limits will be different to different sample points, or the horizontal lines will not be there. Instead, broken lines will be there for LCL as well as for UCL. And this makes the interpretation of the control chart very difficult. So we have to apply some alternative approaches to tackle this problem. എന്തെല്ലാമാണ് അപ്രോച്ചസ്? ഒന്ന് ഇതേ ലിമിറ്റ്സ് തന്നെ ഉപയോഗിക്കാം. എന്നിട്ട് ഈ ലിമിറ്റ്സ് ഉപയോഗിക്കുമ്പോൾ അപ്പർ ലിമിറ്റിനോടും ലോവർ ലിമിറ്റിനോടും ചേർന്ന് നിൽക്കുന്ന പോയിൻറ്റ്സ് ഏതാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. അതുകൊണ്ടാണല്ലോ ഈ ഇൻ്റർപ്രിട്ടേഷൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്ന് നമ്മൾ പറയുന്നത്. അത് കൺഫ്യൂസിങ് ആണ്. സ്റ്റാറ്റിസ്റ്റിഷ്യനെ സംബന്ധിച്ചിടത്തോളം ബ്രോക്കൺ ലൈൻസ് വന്ന് വെച്ചിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ സാമ്പിൾ സൈസിൻ്റെ ഒരു ആവറേജ് എടുത്തിട്ട് ഈ കൺട്രോൾ ചാർട്ടിൽ NIക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. ലിമിറ്റ്സിൽ NIക്ക് പകരം N ബാർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വാട്ട് ഈസ് N ബാർ? N ബാർ ഈസ് ദ ആവറേജ് സാമ്പിൾ സൈസ്. നിങ്ങൾ പ്രിലിമിനറി സാമ്പിൾസിൻ്റെ ബേസിലാണ് ഈ N ബാർ കമ്പ്യൂട്ട് ചെയ്യുന്നത്. N1 എന്ന് പറയുന്നത് നിങ്ങളുടെ ഒന്നാമത്തെ സാമ്പിൾ സൈസ്, N2 രണ്ടാമത്തെ സാമ്പിൾ സൈസ്, അങ്ങനെയുള്ള പ്രിലിമിനറി സാമ്പിൾസ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ ആവറേജ് കമ്പ്യൂട്ട് ചെയ്യുക, N ബാർ കമ്പ്യൂട്ട് ചെയ്യുക. ഈ N ബാർ ഈ NIക്ക് പകരം യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, സോ വാട്ട് വിൽ ബി LCL? ഇറ്റ് ഈസ് ഈക്വൽ ടു u bar minus 3 into root of u bar by N bar. Central line is equal to u bar and UCL equal to u bar plus 3 into root of u bar by N bar. അപ്പോൾ എന്തായി? ഈ ലൈൻസ് ഹൊറിസോണ്ടലായി. ബ്രോക്കൺ ലൈൻ പകരം ഹൊറിസോണ്ടൽ ലൈൻസ് വന്നു. പക്ഷേ അവിടെ ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ നിങ്ങൾ ഉപയോഗിക്കുന്ന സെൻട്രൽ ലൈനും UCLും LCLും, സെൻട്രൽ ലൈന് കുഴപ്പമില്ല, കാരണം അത് കോൺസ്റ്റൻ്റ് ആണ്. അത് ഈ സാമ്പിൾ സൈസ് സെയിം ആണെങ്കിലും സാമ്പിൾ സൈസ് ഡിഫറൻ്റ് ആണെങ്കിലും ഒക്കെ ഈ സെൻട്രൽ ലൈൻ കോൺസ്റ്റൻ്റ് ആണ്. പക്ഷേ ലിമിറ്റ്സ്, കൺട്രോൾ ലിമിറ്റ്സിന് മാത്രമാണ് ബ്രോക്കൺ ആയിട്ട് വരുന്നത്. ഈ ബ്രോക്കൺ കൺട്രോൾ ലിമിറ്റ്സ് നമ്മൾ നേരത്തെ പലയിടങ്ങളിലായിട്ട് ഡിസ്കസ് ചെയ്തതാണ്. യു മേ ഗോ ടു ദോസ് എക്സാമ്പിൾസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിലുള്ള കൺട്രോൾ ലിമിറ്റ്സിൽ ഈ കൺട്രോൾ ലിമിറ്റ്സാണ് നിങ്ങൾ ഉപയോഗിക്കുന്നെങ്കിൽ കൺട്രോൾ ചാർട്ടിൽ ഈ ലിമിറ്റ്സിനോട് ചേർന്ന് നിൽക്കുന്ന പോയിന്റ് വരുമ്പോൾ ഒറിജിനൽ ലിമിറ്റ്സായ ഈ ലിമിറ്റിലേക്ക്, അതായത് u bar minus 3 into root of u bar divided by ni വെച്ചിട്ട് വേണം അത് ഔട്ട് ഓഫ് കൺട്രോൾ ആണോ ഇൻ കൺട്രോൾ ആണോ എന്ന് ഡിസൈഡ് ചെയ്യാൻ. ഓക്കെ, അത് പക്ഷേ ഈ കൺട്രോൾ ലിമിറ്റ്സിന് ചേർന്ന് നിൽക്കുന്ന പോയിന്റ് വരുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ, അല്ലാത്തപ്പോൾ പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് സെൻട്രൽ ലൈനിനോട് ചേർന്നൊക്കെ നിൽക്കുന്ന പോയിൻറ്റ്സൊക്കെ ആണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇത് LCLൻ്റെയും UCLൻ്റെയും തൊട്ടടുത്ത് ഒരു പോയിന്റ് വരുമ്പോഴാണ് നമ്മൾ കൺഫ്യൂസിങ് ആവുക. ഒറിജിനൽ ലിമിറ്റ്സ് ഉപയോഗിച്ചിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു ഡിസിഷൻ എന്നുള്ള ഒരു കൺഫ്യൂഷൻ വരും. അങ്ങനെ കൺഫ്യൂഷൻ വരുന്ന കേസിൽ മാത്രം റിയൽ കൺട്രോൾ ലിമിറ്റ്സായ ഈ സെറ്റിലേക്ക്, അതായത് ഈ u bar minus 3 into root of u bar by ni, അതുപോലെ u bar plus 3 into root of u bar by ni എന്നുള്ള ഒറിജിനൽ ലിമിറ്റ്സിലേക്ക് ചേർത്തിട്ട് വേണം ഇൻ്റർപ്രിട്ടേഷൻ പൂർത്തിയാക്കാൻ. അവിടെയാണ് ആ ഒരു പ്രശ്നം. ഈ മറ്റൊരു അപ്രോച്ച് എന്ന് പറയുന്നത് സ്റ്റാൻഡർഡൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് UI മൈനസ് u bar ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് u bar by ni എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി കൺസ്ട്രക്റ്റ് ചെയ്യുക, സ്റ്റാൻഡർഡൈസ് ചെയ്യുക. ഓക്കെ, UIയിൽ നിന്ന് അതിൻ്റെ സാമ്പിൾ ബീൻ കുറയ്ക്കുക,
എന്നിട്ട് √u/ni കൊണ്ട്, അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ZI എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് സ്കോറായിട്ട് മാറും. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ LCLും UCLും ഒക്കെ -3 ആൻഡ് +3 ആ ഒരു പോയിന്റിലേക്ക് വരും. സെൻട്രൽ ലൈൻ തീർച്ചയായിട്ടും 0 ആയിരിക്കും. ഓക്കെ, സെൻട്രൽ ലൈന് 0 ആയിരിക്കും. കാരണം സെൻട്രൽ ലൈൻ എന്താണ്? u⁻- u⁻/ √u/ni ആണ്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0. അപ്പോൾ നിങ്ങൾക്ക് ഒരു സെൻട്രൽ ലൈൻ 0യും UCL +3യും LCL -3യുമായിട്ടുള്ള ഒരു സ്റ്റാൻഡർഡൈസ്ഡ് കൺട്രോൾ ചാർട്ടാണ് കിട്ടുക. അപ്പോൾ പിന്നെ ഇൻ്റർപ്രിട്ടേഷൻ സംബന്ധിച്ചിടത്തോളം പ്രോബ്ലം ഒന്നുമില്ല. -3ക്ക് താഴെ വരികയാണെങ്കിൽ അത് ഔട്ട് ഓഫ് കൺട്രോൾ, +3ക്ക് മുകളിൽ വരികയാണെങ്കിൽ അത് ഔട്ട് ഓഫ് കൺട്രോൾ, ഈ -3ക്കും +3ക്കും ഇടയിൽ എവിടെ വരികയാണെങ്കിലും അത് ഇൻ കൺട്രോൾ, അൺലെസ് സം non-random patterns are visible. Okay, so the interpretation will be very simple if you are constructing a standardized control chart or standardized U chart. Okay, ഇതാണ് U ചാർട്ടുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ള കാര്യം. U ചാർട്ട് കൺസ്ട്രക്റ്റ് ചെയ്ത് നോക്കണം. അതൊക്കെ നമുക്ക് നമ്മുടെ പ്രാക്ടിക്കൽ ക്ലാസ്സുകളിൽ നമുക്കത് വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ഈ സെക്ഷൻ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ആട്രിബ്യൂട്ട് കൺട്രോൾ ചാർട്ടിൻ്റെ സെക്ഷൻ അവസാനിപ്പിക്കുകയാണ്. അതിനു മുമ്പ് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ എങ്ങനെയാണ് ഡെറൈവ് ചെയ്യുക എന്നുള്ളത് നോക്കാം. വളരെ സിമ്പിളാണ്. നമ്മൾ നേരത്തെയൊക്കെ ചെയ്തതാണ്. മിക്കവാറും പല ചാർട്ടുകൾക്കും നമ്മൾ OC കർവ്, OC ഫംഗ്ഷനും ഒക്കെ സ്കെച്ച് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ β(c), നേരത്തെ β(p) ആയിരുന്നു P ചാർട്ടിൽ നമ്മൾ ഉപയോഗിച്ച നൊട്ടേഷൻ. ഇവിടെ β(c) ആണ് ഉപയോഗിക്കുന്നത്. കാരണം C എന്ന് പറയുന്നതാണ് ഇവിടെ നമ്മുടെ പാരാമീറ്റർ, C ചാർട്ടിൻ്റെ പാരാമീറ്റർ. അപ്പോൾ ആദ്യം നമ്മൾ C ചാർട്ട് എടുക്കുന്നു. C ചാർട്ട് സംബന്ധിച്ചിടത്തോളം β(c) എന്ന് പറയുന്നത്, അതായത് പ്രോബബിലിറ്റി ദാറ്റ് വാട്ട് ഈസ് B ഫംഗ്ഷൻ, ദാറ്റ് ഈസ് ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ. ഇറ്റ് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് wrongly accepting that the process is in control. Okay, എപ്പോഴാണ് നമ്മൾ പ്രോസസ്സ് ഇൻ കൺട്രോൾ ആണെന്ന് പറയുക? എക്സ് LCLനും UCLനും ഇടയിലാകുമ്പോൾ, അതായത് നമ്പർ ഓഫ് ഡിഫക്ട്സ് ഇൻ എ യൂണിറ്റ് ലൈസ് ബിറ്റ്വീൻ LCL ആൻഡ് UCL ആണെങ്കിൽ നമ്മൾ നമ്മുടെ നൾ ഹൈപ്പോത്തസിസ് ആയ ഇൻ കൺട്രോൾ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ ആക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, and that probability when C is the value of the parameter of the Poisson distribution, for various C you can find β(c). Okay, and you can simply calculate this probability that LCL less than or equal to X less than or equal to UCL when for given C. That is equal to probability that X less than or equal to UCL given C minus probability that X less than LCL given C. ഇവിടെ ഈ സെക്കൻഡ് ക്വാണ്ടിറ്റി ചിലപ്പോൾ നമുക്ക് ഡ്രോപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ LCL എന്ന് പറയുന്നത് 0 ആകുമ്പോൾ. ഓക്കെ, LCL 0 ആണെങ്കിൽ ഒരിക്കലും ഒരു പോയ്സോൺ റാൻഡം വേരിയബിൾ നെഗറ്റീവ് ആവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ സെക്കൻഡ് പ്രോബബിലിറ്റി നമുക്ക് ഡ്രോപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ β(c) എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ദാറ്റ് ദി റാൻഡം വേരിയബിൾ എക്സ് ടേക്സ് വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു UCL ആണ്. UCL ഒക്കെ നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രോബബിലിറ്റി ദാറ്റ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു UCL ക്യാൻ ബി കമ്പ്യൂട്ടഡ് ഫോർ എനി വാല്യൂ ഓഫ് C യൂസിങ് Poisson distribution tables or Poisson distribution computations. So B(c) can be computed using this formula, and you can plot β(c) for various values of C. Okay, and that curve which plots β(c) against various C using this computation is called the operating characteristic function of C chart. Okay, and the curve is called, the corresponding curve is called OC curve for C chart. Okay, and similarly for U chart also
you can compute the OC function using this formula, beta of C equal to probability that U less than LCL, corresponding LCL for given C, minus probability that U less than or equal to LCL for given C. Okay, and U is equal to x by n. Therefore, this probability can be computed as probability that x less than n times UCL for given C, and minus probability that x less than or equal to n times LCL for given C. Here also, x is Poisson. Using Poisson distribution tables or Poisson distribution computation, you can find value of beta of C for various values of C. And you can plot beta of C against various values of C, and the resulting curve is called OC curve for the U chart. In this way, you can compute the OC function for C chart as well as U chart. Okay, thank you.